ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 48/2015. ക്വസ്റ്റ്യൻ: ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ. പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകം ഏത്? പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകം ഏത്? വെള്ളം. വെള്ളം. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ത്രിപുര. ത്രിപുര. മദർ തെരേസയോടുള്ള ആദരസൂചകമായി അവരുടെ ജന്മദിനമായ ആഗസ്റ്റ് 26-ന് സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം? മദർ തെരേസയോടുള്ള ആദരസൂചകമായി അവരുടെ ജന്മദിനമായ ആഗസ്റ്റ് 26-ന് സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം? അമേരിക്ക. അമേരിക്ക. തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഭരതനാട്യം. ഭരതനാട്യം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏത്? മുംബൈ. മുംബൈ. ഏത് രാജ്യത്തിന്റെ പാർലമെന്റാണ് നെസറ്റ്? ഏത് രാജ്യത്തിന്റെ പാർലമെന്റാണ് നെസറ്റ്? ഇസ്രായേൽ. ഇസ്രായേൽ. ഒരു സ്വകാര്യ കമ്പനി രൂപീകരിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം? ഒരു സ്വകാര്യ കമ്പനി രൂപീകരിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം? 2. 2. യുഎൻഒയുടെ ആസ്ഥാനം എവിടെ? യുഎൻഒയുടെ ആസ്ഥാനം എവിടെ? ന്യൂയോർക്ക്. ന്യൂയോർക്ക്. ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗുജറാത്ത്. എം എസ് സ്വാമിനാഥൻ ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എം എസ് സ്വാമിനാഥൻ ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക ശാസ്ത്രം. കാർഷിക ശാസ്ത്രം. ഐസ്ലാൻഡ് ഏത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഐസ്ലാൻഡ് ഏത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു? അറ്റ്ലാന്റിക്. അറ്റ്ലാന്റിക്. സൗരയൂഥത്തിൽ വെച്ച് വലുപ്പത്തിൽ ഒന്നാം സ്ഥാനം. സൗരയൂഥത്തിൽ വെച്ച് വലുപ്പത്തിൽ ഒന്നാം സ്ഥാനം. വ്യാഴം. വ്യാഴം. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? കർണാടക. കർണാടക. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് എന്നാണ്? ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് എന്നാണ്? 1942. 1942. വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം. വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം. തളിക്കോട്ട. തളിക്കോട്ട. 2013-ൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രം ഏത്? 2013-ൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രം ഏത്? മലയാള മനോരമ. മലയാള മനോരമ. മനസാക്ഷിയുടെ അംബാസഡർ പുരസ്കാരം ലഭിച്ച മലാല യൂസഫലി സായിക്ക് ഏത് രാജ്യക്കാരിയാണ്? മനസാക്ഷിയുടെ അംബാസഡർ പുരസ്കാരം ലഭിച്ച മലാല യൂസഫലി സായി ഏത് രാജ്യക്കാരിയാണ്? പാകിസ്ഥാൻ. പാകിസ്ഥാൻ. സുൽത്താൻ ഭരണകാലത്ത് കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു? സുൽത്താൻ ഭരണകാലത്ത് കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂലൈ 11. ജൂലൈ 11. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. ഗ്രാൻഡ് കാന്യൻ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രാൻഡ് കാന്യൻ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊളറാഡോ. കൊളറാഡോ. ദ പ്രിൻസ് എന്ന പുസ്തകം എഴുതിയതാര്? ദ പ്രിൻസ് എന്ന പുസ്തകം എഴുതിയതാര്? മാക്കിയവെല്ലി. മാക്കിയവെല്ലി. ബ്ലൂ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലൂ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏത്? കേരളം. കേരളം. കഥകളിയുടെ പ്രാചീന രൂപം. കഥകളിയുടെ പ്രാചീന രൂപം കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടം. പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട്? പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട്?
16. ഗോവിന്ദ പിഷാരടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗോവിന്ദ പിഷാരടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചെറുകാട്. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യ നടപ്പിലാക്കിയത് ആര്? സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യ നടപ്പിലാക്കിയത് ആര്? വെല്ലസ്ലി പ്രഭു. റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ജീൻ ഹെൻറി ഡുനാന്റ്. ഗോർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ. ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നത്? ആർട്ടിക്കിൾ 370. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. താഴെ കൊടുത്തിട്ടുള്ളതിൽ വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ക്ഷയം. 2013 G20 ഉച്ചകോടി നടന്നത് എവിടെ? സെന്റ് പീറ്റേഴ്സ്ബർഗ്. ആസ്ട്രിയയിലെ നാണയം. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ ലോക്സഭ പാസാക്കിയത് എന്ന്? 2013 ആഗസ്റ്റ് 26. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? രചിച്ചത് ആര്? ലൂയി ഫിഷർ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പച്ചമുളക്. ബാരോമീറ്റർ കണ്ടുപിടിച്ചതാര്? ടോറിസെല്ലി. ആഗഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. കാറ്റിന്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വിൻവെയിൻ. INS വിക്രാന്ത് ഏത് രാജ്യത്ത് നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ്? ഇന്ത്യ. 2013 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടം ശ്രീധരൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കീടഭോജികളായ സസ്യത്തിൽ പെടാത്തത് ഏത്? കാക്ടസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. റെഡ് ലെറ്റർ ഡേ മീൻസ് a memorable day. Find out the misspelled word. Option A, millennium. If I had known you were in hospital dash. Option D, I would have come to see you. She was not acquainted dash the foreign language. Option C, with. Give one word for a person who lives in a wandering life. Option A, vagabond. The synonym for disgrace is option C, ignominy. The passive form of the company has appointed him as a managing director. Option D, he has been appointed as the managing director. The speech was dash worded. Option B, judiciously. This is the man dash pocket was picked. Option D, whose. The pros and cons of a new venture means option C, for and against. The antonym of mitigate is option A, aggravate. Dash of flies. B, a swarm. The party started at 4 o'clock, but Ronnie dash half an hour late. Option B, turned up. The plural form of
Series is A. Series. When Ashish was talking through the street, he met dash one-eyed beggar on the pavement. Answer the option C, A. Nobody was present in tab dash question mark. Option D, were they? Find out the wrong part of the sentence. Option C, workers are genial. The teacher as well as the students dash. Option D, works together for success. If dash since 6 o'clock this morning. Option B, has been raining. Report the following. Are you participating in any of the items? Arun asked Nina. Option C. Arun asked Nina whether she was participating in any of the items. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. 2 - 2 എന്ന സമാന്തര പ്രോഗ്രഷന്റെ പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം വരുന്നത് -2. 0 - 2 എന്ന് പറയുമ്പോൾ -2. ആൻസർ -2. എക്സിന്റെ 20% എത്രയാണ്? 20% ഓഫ് എക്സ്. 20/100 ഇൻറ്റു എക്സ് പറയുമ്പോൾ 20ഉം 100ഉം വെട്ടും. അപ്പോൾ 1/5. 1/5 എന്ന് പറയുമ്പോൾ 1/5 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ x/5. 200നും 500നും ഇടയ്ക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? 200ന് ശേഷമുള്ള ആദ്യ 7ന്റെ ഗുണനം കണ്ടു നോക്കുക. അത് 203. 7 × 29 203. അതുപോലെ 500ന് മുൻപുള്ള അവസാനത്തെ 7ന്റെ ഗുണനം 7 × 71 497. അപ്പൊ 7ന്റെ ആദ്യത്തെ 200ന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ കിട്ടി 203, അവസാനത്തെ 407. അപ്പോൾ അതൊരു സമാന്തര ശ്രേണിയായി. അപ്പൊ 203, പിന്നെ അടുത്ത ഇത് വരുന്നത് 210, പിന്നെ 217, അങ്ങനെ 7ന്റെ ഗുണിതം വെച്ചിട്ട് ലാസ്റ്റ് അവസാന പദം എന്ന് പറയുന്നത് 497 കിട്ടി. അപ്പൊ n കാണാം 497. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ ഡിഫറൻസ് 7 + 1. അപ്പൊ 497 മൈനസ് 203. 497 മൈനസ് 203 ഡിവൈഡഡ് ബൈ 7 + 1 294 എന്ന് കിട്ടും. 294/7. 294/7 + 1. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 42. 42 + 1 എന്ന് പറയുമ്പോൾ 43. ആൻസർ വരുന്നത് 43. ഒരു ചതുരത്തിന്റെ നീളം വീതിയുടെ 3 മടങ്ങാണ്. വീതി a യൂണിറ്റ് ആയാൽ വിസ്തീർണം എന്ത്? വീതി a ആണ്, നീളം വീതിയുടെ 3 മടങ്ങാണ്. അപ്പൊ 3a. ചതുരത്തിന്റെ വിസ്തീർണം പറയുമ്പോൾ നീളം ഇൻറ്റു വീതി. അപ്പോൾ 3a × a. നീളം 3a, വീതി a. 3a × a വരുമ്പോൾ 3a². അപ്പൊ ആൻസർ വരുന്നത് 3a². 2/4 × 2/3 × 2/2 × 2ന്റെ വില എന്ത്? 2/4. അപ്പൊ ബേസ് എല്ലാത്തിന്റെയും 2 ആണ്. അപ്പൊ പവേഴ്സ് തമ്മിൽ കൂട്ടുക. അപ്പൊ 2 പവേഴ്സ് എത്രയൊക്കെ? 4 3 2 1. അപ്പൊ 2/4 4 + 3 + 2 + 1. 4 3 7 7 + 2 9 9 + 1 10. അപ്പൊ 2/10 എന്ന് കിട്ടും. 2/10. അപ്പം അതിന്റെ വില എന്ന് പറയുന്നത് 2/10 എന്ന് പറയുമ്പോൾ 1024. ആൻസർ 1024. 60 km/മണിക്കൂർ ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 4 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ദൂരം കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. വേഗത ഇൻറ്റു ദൂരം. വേഗത എന്ന് പറയുന്നത് 60 ആണ്. സമയം എന്ന് പറയുന്നത് 4 മണിക്കൂർ. അപ്പൊ 60 × 4 240 കിലോമീറ്റർ. ഒരു തീവണ്ടിക്ക് 100 മീറ്റർ നീളമുണ്ട്. 72 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ തീവണ്ടി ഒരു ഇലക്ട്രിക് തൂൺ കടക്കുന്നതിന് എത്ര സമയം വേണം? തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. വേഗത 72 km/h. വേഗത മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണം. വേഗതേനെ ഇപ്പൊ km/h ആണ്, അതിന് നമുക്ക് മീറ്റർ/സെക്കൻഡ് ആക്കണം. അതിന് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വേഗതയെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 72 × 5/18 എന്ന് പറയുമ്പോൾ 20 മീറ്റർ/സെക്കൻഡ്. അപ്പൊ വേഗത മീറ്റർ/സെക്കൻഡിലായി 20. ഇലക്ട്രിക് തൂൺ കടന്നു പോകാൻ വേണ്ട സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ദൂരം ബൈ വേഗത. ദൂരം എന്ന് പറയുന്നത് 100 മീറ്റർ നീളം. അപ്പൊ 100 ബൈ വേഗത നമ്മൾ കണ്ടുപിടിച്ചു 20. 100/20 എന്ന് പറയുമ്പോൾ
5 സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ എ 5 സെക്കൻഡ്. 12 സംഖ്യകളുടെ കൂട്ടത്തിൽ 3 സംഖ്യകളുടെ ശരാശരി 8ഉം 5 സംഖ്യകളുടെ ശരാശരി 4ഉം ശേഷിക്കുന്നവരുടെ ശരാശരി 7ഉം ആകുന്നു. ആകെയുള്ള 12 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആകെ സംഖ്യകൾ 12 ആണ്. 3 സംഖ്യകളുടെ ശരാശരി 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 സംഖ്യകളുടെ തുക കാണാൻ എന്ത് ചെയ്യണം? 8 × 3. 3 സംഖ്യയാണ്. അപ്പൊ 3 എന്റെ ശരാശരി 8. അപ്പൊ 3 × 8 24. അപ്പൊ 3 സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചു 24. പിന്നെ പറയുന്നത് 5 സംഖ്യകളുടെ ശരാശരി 4 ആണ്. ശരാശരി 4 ആണെങ്കിൽ 5 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 5 × 4 20. 3 സംഖ്യയുടെ തുക 24, 5 സംഖ്യയുടെ തുക 20 കണ്ടുപിടിച്ചു. ഇനി ശേഷിക്കുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 5ഉം 3 8 സംഖ്യകൾ നമ്മൾ കണ്ടു. ആകെ 12 ആണല്ലോ. അപ്പൊ 12 8 പോയ പിന്നെ 4 ശേഷിക്കുന്ന സംഖ്യകളുടെ തുക കാണണം. 4 സംഖ്യകളുടെ ശേഷിക്കുന്ന ഇവിടെ ശരാശരി 7 പറഞ്ഞു. അപ്പൊ 4 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ അവരുടെ തുക എന്ന് പറയുന്നത് 4 × 7 28. അപ്പൊ ആകെ തുക എന്ന് പറയുന്നത് ആദ്യത്തെ 3 സംഖ്യയുടെ തുക 24, 5 സംഖ്യകളുടെ തുക 20, അവശേഷിക്കുന്ന 4 സംഖ്യയുടെ തുക 28. അപ്പൊ 24 + 20 + 28 എന്ന് പറയുന്നത് 72. അപ്പൊ ആകെ ശരാശരി വന്ന് തുക ബൈ എത്ര സംഖ്യകളാണ്? 72 ആണ് തുക. ആകെ സംഖ്യകൾ എന്ന് പറയുന്നത് 12. അപ്പൊ 72/12 എന്ന് പറയുമ്പോൾ 6. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 6. ത്രികോണം എ ബി സിയിൽ എ ബി ഈസ് ടു ബി സി ഈക്വൽ ടു 1:2, ബി സി ഈസ് ടു എ സി ഈക്വൽ ടു 3:5 എങ്കിൽ എ സി ഈസ് ടു എ ബി എത്രയാണ്? എ ബി ഈസ് ടു ബി സി തന്നിട്ടുണ്ട്, അതുപോലെ ബി സി ഈസ് ടു എ സി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സി ഈസ് ടു എ ബി ആണ്. എ ബി ഈസ് ടു ബി സി 1:2 ആണ്. ബി സി ഈസ് ടു എ സി എന്ന് പറയുന്നത് 3:5 ആണ്. ആദ്യത്തെ റേഷ്യോയില് ബി സിന്റെ, രണ്ടാമത്തേതിലും ബി സിന്റെ. ബി സി എന്ന് പറയുന്നത് ആദ്യത്തേതിൽ 2 ആണ്, രണ്ടാമത്തേതിൽ 3 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ എൽസിയം കാണാം. എൽസിയം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ആദ്യത്തെ റേഷ്യോയ്ക്കും എ ബി ഈസ് ടു ബി സി എന്ന് പറയുന്നത് 1:2 ആണ്. അപ്പൊ നമുക്ക് അതിനെ നമുക്ക് 6 ആക്കാൻ അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എൽസിയം 6 കിട്ടുക 6 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 6 ആക്കാൻ വേണ്ടിയിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 2നെയും ഗുണിക്കണം 3 കൊണ്ട്. അപ്പൊ 1 × 3 എന്ന് പറയുമ്പോൾ 3, പിന്നെ 2 × 3 പറയുമ്പോൾ 6. അപ്പൊ നമുക്കിപ്പോ എ ബി ഈസ് ടു ബി സി എന്ന് പറഞ്ഞാൽ 3:6 ആണ്. അതുപോലെ രണ്ടാമത്തെ റേഷ്യോയില് നമുക്ക് 6 ആണ് ആക്കേണ്ടത്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 × 2 6, 5 × 2 10. അപ്പോൾ ബി സി ഈസ് ടു എ സി രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് 6:10 എന്ന് കിട്ടി. ആദ്യത്തേത് എത്ര കിട്ടിയത്? 3:6, രണ്ടാമത്തേത് 6:10 എന്നായി. അപ്പോൾ എ ബി ഈക്വൽ ടു 3. എ ബി എന്ന് പറയുന്നത് 3 ആണ്. എ ബി ഈസ് ടു ബി സി എന്ന് പറയുന്നത് 3:6 ആണ്. അപ്പൊ എ ബി പറയുന്നത് 3, അതുപോലെ എ സി എന്ന് പറയുന്നത് രണ്ടാമത്തെ ബി സി ഈസ് ടു എ സി ആണ് 3:5. അപ്പൊ എ സി എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നമ്മോട് ചോദിച്ചിരിക്കുന്നത് എ സി ഈസ് ടു എ ബി എത്രയെന്നാണ്. അപ്പോ 10:3. 10:3. 16,000 രൂപയ്ക്ക് 12% നിരക്കിൽ ഒരു വർഷത്തേക്കുള്ള സാധാരണ പലിശയും ഇതേ തുകയ്ക്ക് 6.14% നിരക്കിൽ ഒരു വർഷത്തേക്കുള്ള സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 12.1/2 എന്ന് പറയുമ്പോൾ 12%, 6.1/4 പറയുമ്പോൾ 6.25, 6.25. അപ്പോൾ സാധാരണ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ വന്നാൽ പി × ആർ × ടി / 100. പി എന്ന് പറയുന്നത് 16,000 ആണ്. ആദ്യം പറഞ്ഞത് 12%, അപ്പൊ 12.5. അപ്പൊ പി വന്നത് 16,000, ആർ എന്ന് പറയുന്നത് 12.5, ടി വന്ന് ഒരു വർഷമാണ്. അപ്പൊ × 1 / 100 ചെയ്യുമ്പോൾ 2000 എന്ന് കിട്ടും. അപ്പോൾ 12% ആണെങ്കിൽ സാധാരണ പലിശ എന്ന് പറയുന്നത് 2000. അതേപോലെ 6.25%, 6.25 എന്ന് പറയുമ്പോൾ 6.25%. 16,000 × 6.25 × 1/100 എന്ന് പറയുമ്പോൾ 1000 എന്ന് കിട്ടും. അപ്പോൾ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള സാധാരണ പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. 12% ആണെച്ചാലും 6% തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത്. അപ്പൊ 2000 ആണ് 12%, 6.25 1000. അപ്പൊ 2000 - 1000 എന്ന് പറയുമ്പോൾ 1000. ഒരു ചതുർഭുജത്തിന്റെ വികർണങ്ങൾ പരസ്പരം ലംബങ്ങളാണ്. അതിന്റെ നീളങ്ങൾ 20 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ എന്നിവയാൽ അതിന്റെ വിസ്തീർണം എന്ത്? ലംബമായി മുറിക്കുന്ന വികർണങ്ങളുള്ള ചതുർഭുജത്തിന്റെ വിസ്തീർണം ഏരിയ ഈക്വൽ ടു 1/2 × d1 × d2. d1 എന്ന് പറയുന്നത് എത്ര പറയുന്നത്? 20 സെന്റിമീറ്റർ, d2 15 സെന്റിമീറ്റർ. അപ്പൊ 1/2 × 20 × 15.
150 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആയ ഒരു സമചതുരത്തിനകത്ത് ഒരു വൃത്തം അന്തർലേഖനം ചെയ്തിരിക്കുന്നു എങ്കിൽ വൃത്തം ഒഴിച്ചുള്ള ഭാഗത്തിന്റെ വിസ്തീർണം എന്ത്? സമചതുരത്തിന്റെ വശം 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 4 സ്ക്വയർ 16. വിസ്തീർണം 16. വൃത്തം സമചതുരത്തിന് അന്തർലേഖനം ചെയ്തതിനാൽ വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. അപ്പോൾ അർദ്ധവ്യാസം എന്ന് പറയുന്നത് അർദ്ധവ്യാസം R എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആയിരിക്കും. വ്യാസം 4 സെന്റിമീറ്റർ, അർദ്ധവ്യാസം 2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ആർ സ്ക്വയർ 2 സ്ക്വയർ. അപ്പൊ 4 പൈ എന്ന് കിട്ടും. വൃത്തത്തിന്റെ വിസ്തീർണം 4 പൈ എന്ന് കിട്ടും. അതിനാൽ വൃത്തം ഒഴിച്ചുള്ള ഭാഗത്തിന്റെ വിസ്തീർണം ചോദിച്ചു. വൃത്തം ഒഴിച്ചുള്ള ഭാഗത്തിന്റെ വിസ്തീർണം. അപ്പോൾ വൃത്തത്തിന്റെ സമചതുരത്തിന്റെ വിസ്തീർണം നമ്മൾ 16 എന്നാണ്. അതിന് അതേ മൈനസ് 4 പൈ. വൃത്തത്തിന്റെ വിസ്തീർണം 4 പൈ. 16 മൈനസ് 4 പൈ. ആൻസർ വരുന്നത് പി ക്യൂവിന്റെ ഇരട്ടി ജോലി ചെയ്യും. ഇരുവരും ചേർന്നാൽ ഒരു ജോലി 48 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എങ്കിൽ പി ഒറ്റയ്ക്ക് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? പി ക്യൂവിന്റെ ഇരട്ടി ജോലി ചെയ്യും. ക്യൂവിന്റെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് അപ്പൊ എക്സ് എടുക്കുക. അതുപോലെ പിയുടെ ഒരു ദിവസത്തെ ജോലി അപ്പോൾ 2x, ഇരട്ടി ജോലി ചെയ്യുന്ന പറഞ്ഞത് അപ്പൊ 2x എടുക്കുക. ഇരുവരും ചേർന്നുള്ള ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് ക്യൂവിന്റെ എക്സും പിയുടെ 2x, എക്സ് പ്ലസ് 2x എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2x എന്ന് പറയുമ്പോൾ 3x. അപ്പൊ 48 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 48 ഇൻറ്റു 3x, രണ്ടാം കൂടി ചെയ്യുന്ന ഇത് 48 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കണം. അപ്പോ 48 ഇൻറ്റു 3x എന്ന് പറഞ്ഞാൽ രണ്ടാൾ കൂടി ജോലി, ഇരുവരും ചേർത്ത് ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ കണക്കാണ് 3x. അപ്പൊ 48 ഇൻറ്റു 3x ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. അപ്പൊ 3x എന്ന് പറയുന്നത് 48 അങ്ങോട്ട് പോകുമ്പോൾ 1/48. അപ്പോൾ പിന്നെ x ഈക്വൽ ടു 1/48 ഇൻറ്റു 3. അപ്പോൾ 1/144 എന്ന് കിട്ടും. അപ്പോൾ പിയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 2x ഈക്വൽ ടു 2 ഇൻറ്റു 1/144. 2x എന്ന് പറഞ്ഞാൽ 2 എക്സിന്റെ വില നമ്മൾ കണ്ടുപിടിച്ചു 1/144. അപ്പൊ 2 ഇൻറ്റു 1/144, 2/144. 2/144 ചെയ്യുമ്പോൾ 1/72 കിട്ടും. 1/72 എന്ന് പറയുമ്പോൾ 72 ദിവസം വേണം. ഈ ഒറ്റയ്ക്ക് ആ ജോലി പൂർത്തിയാക്കാൻ 72 ദിവസം വേണം. വൃത്തത്തിന്റെ വിസ്തീർണം 144 പൈ സെന്റിമീറ്റർ സ്ക്വയർ എങ്കിൽ അതിന്റെ വ്യാസം എന്ത്? വൃത്തത്തിന്റെ വിസ്തീർണം a ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. തന്നിരിക്കുന്നത് 144 പൈ സെന്റിമീറ്റർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 144 പൈ ആണ്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈനെ അപ്പുറത്തേക്ക് വെട്ടിപ്പോവും. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 144 കിട്ടും. ആർ സ്ക്വയർ ആണ് 144. അപ്പൊ ആർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ വ്യാസം 2 ആറാണ്. വ്യാസം എന്ന് പറയുന്നത് 2 ആറാണ്. അപ്പൊ 2 ഇൻറ്റു 12, ആർ 12 ആണെന്ന് വെച്ചാൽ 2 ഇൻറ്റു 12 24 സെന്റിമീറ്റർ. 0,726. അടുത്ത സംഖ്യ ഏത്? 0,726. 1 ക്യൂബ് പറയുമ്പോൾ 1 ക്യൂബ് മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 ക്യൂബ് മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 കിട്ടി. പിന്നെ 7 ആണ്. 2 ക്യൂബ് മൈനസ് 1, 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ആണ്. 8 മൈനസ് 1 പറയുമ്പോൾ 7. അപ്പൊ രണ്ടാമത്തെ സംഖ്യ 7 അങ്ങനെ. പിന്നെ 3 ക്യൂബ്, ആദ്യം 1 ക്യൂബ്, പിന്നെ 2 ക്യൂബ്, പിന്നെ 3 ക്യൂബ്. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27, 27 1 പോയാൽ 26. അടുത്തത് വരുന്നത് 4 ക്യൂബ് ആയിരിക്കും. 4 ക്യൂബ് 1 പോകണം. 4 ക്യൂബ് മൈനസ് 1, 4 ക്യൂബ് എന്ന് പറയുമ്പോൾ 64, 64 മൈനസ് 1 63. അപ്പൊ ആൻസർ 63. താഴെ തന്നിട്ടുള്ളിൽ ഒറ്റയാൻ ആര്? 9, 3, 5, 11. 3, 5, 11 അഭാജ്യ സംഖ്യകളാണ്, ഘടകങ്ങളില്ല. മറ്റേ 9 3 ഇൻറ്റു 3 9. അപ്പോൾ 9 ആണ് വ്യത്യസ്തം, ഒറ്റയാൻ. അടുത്ത പദം ഏത്? MOQSUWYAC ഡാഷ്. 3 പദങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഒന്നിന്റെ M ആണ്. പിന്നെ പറയുന്നത് അടുത്തതിന്റെ ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് S ആണ്. M കഴിഞ്ഞ NOPQRS, ആറാമത്തെ പദമാണ് S, M കഴിഞ്ഞിട്ട്.
ആറാമത്തെ പദമാണ് എസ്. എസ് കഴിഞ്ഞിട്ട് ആറാമത്തെ പദം കഴിഞ്ഞാൽ ടി യു വി ഡബ്ല്യു എക്സ് വൈ. ആറാമത്തെ പദം പറയുന്നത് വൈ ആണ്. അപ്പോൾ 6 പദത്തിന്റെ ഡിഫറൻസ് ആണ്. അതുപോലെ ഒന്നാമത്തെ പദത്തിലെ രണ്ടാമത്തെ ലെറ്റർ നോക്കൂ, ഓ ആണ്. ഓ കഴിഞ്ഞ പി ക്യു ആർ എസ് ടി യു, യു ആണ് വന്നിരിക്കുന്നത്. യു കഴിഞ്ഞിട്ട് 6 പദം എന്ന് പറയുന്നത് എ. അങ്ങനെ നോക്കുമ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഇ ജി ഐ. ഇ ജി ഐ. പി എന്നത് ക്യൂവിന്റെ അച്ഛനാണ്, എന്നാൽ ക്യൂ എന്നത് പിയുടെ മകനല്ല. എന്നാൽ ക്യൂവും പിയും തമ്മിലുള്ള ബന്ധം, അച്ഛനും കുട്ടിയും തമ്മിലുള്ള ബന്ധമായതിനാൽ ക്യൂ പിയുടെ മകളോ മകനോ ആയിരിക്കും. മകനല്ല എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതിനാൽ ക്യൂ പിയുടെ മകളാണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എ ബി സെഡ് ബി സി വൈ സി ഡി എക്സ് ഡാഷ്. എ ബി സെഡ്. എ ഫസ്റ്റ് ലെറ്റർ എ ബി സെഡ് എന്നുള്ള എ, രണ്ടാമത്തേല് ബി ആണ്, മൂന്നാമത്തേല് സി ആണ്. അപ്പൊ അടുത്തത് വരുന്നത് ഡി ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ ലെറ്റർ നോക്കുമ്പോൾ ബി ആണ്, ബി സി ഡി, അപ്പൊ ഇ വരും. അപ്പോൾ ഡി ഇ. പിന്നെ സെഡ് വൈ എക്സ്. ഡി ഇ ഡബ്ല്യു എന്ന് വരും. ഡി ഇ മൈനസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആദ്യം സെഡ് ആണ് വന്നത്, മൂന്നാമത്തെ ലെറ്റർ സെഡ് ആണ്, പിന്നെ വൈ ആണ്, പിന്നെ എക്സ് ആണ്. അപ്പൊ അതിന്റെ മുന്നത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡി ഇ ഡബ്ല്യു. മൂന്നാമത്തെ ലെറ്റർ -1 മറ്റേ രണ്ടും ആഡ് ചെയ്യാണ്, +1 ആയിരുന്നു. ഇത് മൈനസ് ആണ് മൂന്നാമത്തെ ലെറ്റർ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഒരു സംഖ്യയുടെയും അതിനോട് 1 കൂട്ടിയതിന്റെയും തുകയുടെ 2 മടങ്ങ് 10 ആണെങ്കിൽ സംഖ്യ ഏത്? സംഖ്യ എക്സ്, അതിനോട് 1 കൂട്ടിയാൽ x+1 എന്ന് വിചാരിക്കുക. സംഖ്യ എക്സ് എടുക്കുക, അതിനോട് 1 കൂട്ടിയാൽ x+1 എന്ന് എടുക്കുക. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു സംഖ്യയുടെയും അതിനോട് 1 കൂട്ടിയതിന്റെ തുകയുടെയും 2 മടങ്ങ് 10 ആണെങ്കിൽ സംഖ്യ ഏത്? 2 മടങ്ങാണ്. അപ്പോൾ എങ്ങനെ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2x+1 = 10 എന്ന് എഴുതാം. 2 മടങ്ങ് കൂട്ടിയതാണ്. 2 മടങ്ങ് കൂട്ടുക എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു പിന്നെ 2, ഒരു സംഖ്യയുടെയും അതിനോട് 1 കൂട്ടിയതിന്റെയും തുകയുടെ 2 മടങ്ങ്. അപ്പോൾ 2 ഇൻറ്റു 2x+1 = 10 എന്ന് എഴുതും. അപ്പോൾ അത് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2x എന്ന് പറയുമ്പോൾ 4x, 2 ഇൻറ്റു 1 2, 4x + 2 എന്ന് പറയുമ്പോൾ 10, 4x = 10 - 2, x = 8/4 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്നുള്ളത് നമുക്ക് 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കറക്റ്റ് ആണെന്ന് നോക്കാം. സംഖ്യ 2 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത് നമ്മൾ 2 ആണ്. അപ്പൊ സംഖ്യ 2 അതിനോട് 1 കൂട്ടിയതിന്റെയും തുകയുടെ 2 മടങ്ങ് 10 ആണെങ്കിൽ സംഖ്യ. അപ്പൊ അതിനോട് 1 കൂട്ടിയ 2 + 1 3. തുക എന്ന് പറയുന്നത് 2 + 3 പറയുമ്പോൾ 5. തുകയുടെ 2 മടങ്ങ്, 5ന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 10 ആണ് സംഖ്യ. അപ്പൊ ആൻസർ ശരിയായിരിക്കും. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2. വിട്ടുപോയ ഭാഗം എഴുതുക. വിട്ടുപോയ 3 1 3 3 9 27 ഡാഷ്. 3 ഇൻറ്റു 1 3, ഫസ്റ്റ് 2 ലെറ്റർ 3 ഇൻറ്റു 1 3 എന്ന് കിട്ടി. പിന്നെ 1 ഇൻറ്റു 3, പിന്നെ 1 ഇൻറ്റു 3, ആദ്യം 3 ഇൻറ്റു 1 3, പിന്നെ 1 ഇൻറ്റു 3 3, പിന്നെ 3 ഇൻറ്റു 3 9. ആ ശ്രേണിയിലെ സംഖ്യകൾ തമ്മിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. 3 ഇൻറ്റു 3 9, പിന്നെ 3 ഇൻറ്റു 9 27, 3 ഇൻറ്റു 9 27, പിന്നെ 9 ഇൻറ്റു 27 ആണ്. 9 ഇൻറ്റു 27 എന്ന് പറയുന്നത് 243. ആൻസർ 243. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? BSF, CRPF, NCC, IAF. BSF എന്ന് പറയുമ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF എന്ന് പറയുമ്പോൾ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, NCC എന്ന് പറയുമ്പോൾ നാഷണൽ കാഡറ്റ് കോർപ്സ്, IAF എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സ്. ഇതിൽ BSF, CRPF, IAF എന്നിവ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി പ്രവർത്തിക്കുന്ന സേനയാണ്. എന്നാൽ NCC പറഞ്ഞത് ഒരു വിദ്യാർത്ഥി യുവജന പരിശീലന സംഘടനയാണ്. അതുകൊണ്ട് കൂട്ടത്തിൽ ചേരാത്തത് NCC. 6 + 7 = 3447. 7 + 8 = 4762 ആയാൽ 8 + 9 എത്ര?
6+7 3447. 7+8 എന്ന് പറഞ്ഞാൽ 4762. 8+9 കണ്ടുപിടിക്കണം. അപ്പൊ 6+7 3447. അപ്പോൾ 6+7. അപ്പൊ 6² - 2. 6² എന്ന് പറയുമ്പോൾ 36. 36ന്ന് 6² എന്ന് പറയുമ്പോൾ 36. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 6+7 = 3447. 6² എന്ന് പറയുമ്പോൾ 36. 36ന്ന് 2 പോയാൽ 34. 34. അപ്പൊ 3447 34 അങ്ങനെ കിട്ടി. പിന്നെ 7ന്റെ സ്ക്വയറിന് 2 കുറയ്ക്കുക. 7² കണ്ടിട്ട് അതിന് 2 കുറയ്ക്കുക. 7² എന്ന് പറയുമ്പോൾ 49. 49ന്ന് 2 പോയാൽ 47. അപ്പൊ ബാക്കി രണ്ട് സംഖ്യ എന്ന് പറയുന്നത് 47. അപ്പൊ 3447 അങ്ങനെ കിട്ടി. ആദ്യം 6² 2 മൈനസ് ചെയ്ത സംഖ്യയാണ് 34. 7² - 2 ആണ് 47. അങ്ങനെ ഒരുമിച്ച് എഴുതി 34 47. അതുപോലെ 7+8 = 47 62 കണക്കുണ്ട്. അപ്പൊ 7² - 2. 7² എന്ന് പറയുമ്പോൾ 49. 49ന്ന് 2 പോകുമ്പോൾ 47. 8² - 2. 64 - 2 62. അപ്പൊ 47 62. അങ്ങനെയെങ്കിൽ 8 + 9 വരുമ്പോൾ 64 - 2. 64 - 2 എന്ന് പറയുമ്പോൾ 62. 9² - 2. 81 - 2 എന്ന് പറയുമ്പോൾ 79. 62 79. 2012 ജനുവരി 1-ാം തീയതി ഞായറാഴ്ചയായാൽ 2012 ഡിസംബർ 1-ാം തീയതി. 2012 ലീപ്പ് ഇയർ ആണ്. നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ട്. 100 കൊണ്ട് പറ്റുന്നില്ല. അപ്പം അത് ലീപ്പ് ഇയർ ആണ്. 2012 എന്നുള്ളത് ലീപ്പ് ഇയർ ആണ്. അപ്പൊ ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും. അപ്പൊ ഓരോ മാസം എത്ര ദിവസം ഉണ്ട് നോക്കുക. ജനുവരിയിൽ 31, ഫെബ്രുവരിയിൽ 29, മാർച്ച് 31, പിന്നെ ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 1-ാം തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തം ആഡ് ചെയ്യുക. അപ്പൊ 335 ദിവസം എന്ന് കിട്ടും. 335 ദിവസത്തിന് 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 6 കിട്ടും. അപ്പൊ 6 ദിവസമാണ്. ഞായറിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് 6 ദിവസമാണ്. അപ്പൊ ഞായർ കഴിഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. 6ാമത്തെ ദിവസം ശനിയാണ്. അപ്പൊ ആൻസർ വന്നത് ശനി. ട്രൂ എന്നതിനെ YWZJ എന്ന് എഴുതാമെങ്കിൽ ഫാൾസിനെ എങ്ങനെ എഴുതാം? ടി കൂടെ 5 നമ്പേഴ്സ് ആഡ് ചെയ്തുമ്പോൾ Y കിട്ടി. ടി കഴിഞ്ഞാൽ UVWXY അങ്ങനെ +5 ആണ് Y. അതുകൂടെ R കൂടെ +5 കൂട്ടിയപ്പോൾ W, U കൂടെ +5 കൂട്ടിയപ്പോൾ Z, E കൂടെ +5 കൂട്ടിയപ്പോൾ J കിട്ടി. അതുപോലെ ഫാൾസിലെ F കൂടെ 5 ലെറ്റർ കൂട്ടുമ്പോൾ K കിട്ടും. A കൂടെ 5 ലെറ്റർ ഇതാക്കുമ്പോൾ F, L, Q, S, X, E, J കിട്ടും. അപ്പോൾ K, F, QXJ. ഓപ്ഷൻ ബി. 5 = 20, 6 = 30, 7 = 42 എങ്കിൽ 8 = 5 = 20. അപ്പോൾ 5 × 4 ആണ് 20. അതായത് 6 = 30. 5 × 4 ആണ്. പിന്നെ 6 ആണ്. 6 × 5. 6 × 5 30 ആണ്. അപ്പൊ 4, 5, 6, 7 അതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം ഓരോ സംഖ്യ കൂടി. പിന്നെ 7 ചോദിക്കുന്നത്. തൊട്ട് മുന്നേ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി അടുത്തത് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 7 × 6 42. 8 ആയപ്പോ 8 × 7 56. രാജന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രാജന്റെ വയസ്സ് വിജയന്റെ വയസ്സിന്റെ 2 മടങ്ങാകും എങ്കിൽ രാജന്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ത്? വിജയന്റെ ഇപ്പോഴത്തെ വയസ്സ് X എന്ന് എടുക്കുക. രാജന്റെ ഇപ്പോഴത്തെ വയസ്സ് X + 10. 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ X + 10 എന്ന് എടുക്കാം. അടുത്ത വർഷം എന്താ പറഞ്ഞിരിക്കുന്നത്? രാജന്റെ വയസ്സ് വിജയന്റെ വയസ്സിന്റെ 2 മടങ്ങാകും എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. X + 10. X + 10 എന്ന് പറയുന്നത് രാജന്റെ ഇപ്പോഴത്തെ വയസ്സ്. അടുത്ത വർഷം എന്ന് പറയുമ്പോൾ ഒരു വയസ്സ് കൂടിയും കൂടും. അപ്പൊ X + 10 + 1 = എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അടുത്ത വർഷം രാജന്റെ വയസ്സ് വിജയന്റെ വയസ്സിന്റെ 2 മടങ്ങാകും. വിജയന്റെ വയസ്സിന്റെ 2 മടങ്ങാകും രാജന്റെ വയസ്സ് അടുത്ത വർഷം. അപ്പം വിജയന്റെ വയസ്സ് എന്ന് പറയുന്നത് അടുത്ത വർഷമാകുമ്പോൾ X കൂടെ ഒരു വർഷം കൂടിയും കൂടും. X + 1 ആവും. അതിന്റെ 2 മടങ്ങാകുന്നു. അപ്പൊ 2 × X + 1 എന്നാവും.
അപ്പോൾ എക്സ് പ്ലസ് 1 പ്ലസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നുള്ള ഇക്വേഷൻ കിട്ടി. അത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 10 പ്ലസ് 1 വരുമ്പോൾ 11, എക്സ് പ്ലസ് 11 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 2x, 2 ഇൻറ്റു 1 പറയുമ്പോൾ 2. അപ്പോൾ എക്സ് പ്ലസ് 11 ഈക്വൽ ടു 2x പ്ലസ് 2 കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 9 എന്ന് കിട്ടും. വിജയന്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് 9 വയസ്സാണ്. അപ്പൊ രാജന്റെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ എക്സ് പ്ലസ് 10 ആണ്. 9 പ്ലസ് 10 19. കൂട്ടത്തിൽ ചേരാത്തത് ചുറ്റളവ്, ആരം, വ്യാസം, ഞാണ്. ആരം, വ്യാസം, ഞാണ് എന്നിവ വൃത്തത്തിന്റെ രേഖാഖണ്ഡങ്ങളാണ്. എന്നാൽ ചുറ്റളവ് വൃത്തത്തിന്റെ അതിർത്തിയുടെ നീളമാണ്. അപ്പോ ചുറ്റളവ് കൂട്ടത്തിൽ ചേരാത്തത്. ആദ്യത്തെ 5 ഒറ്റ എണ്ണൽ സംഖ്യയുടെ ശരാശരി എത്ര? ആദ്യത്തെ 5 ഒറ്റ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1, 3, 5, 7, 9 ആണ്. അപ്പൊ അവ ആഡ് ചെയ്യുക. 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 ആഡ് ചെയ്യുമ്പോൾ 25 ബൈ 5. 5 എണ്ണൽ സംഖ്യ, ഒറ്റ എണ്ണൽ സംഖ്യ. അപ്പൊ 25 ബൈ 5 എന്ന് പറയുമ്പോൾ 5. ആൻസർ ഓപ്ഷൻ ഡി 5. താങ്ക് യു.